ഹായ് ഫ്രണ്ട്സ്, സ്റ്റിച്ചിങ് ഫ്രണ്ട് എന്ന നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 350-400 രൂപ വില കൊടുത്ത് ഷോപ്പിൽ നിന്നും വാങ്ങുന്ന ഒരു സ്കേർട്ടാണ് വെട്ട് കഷ്ണങ്ങളും 3/4 മണിക്കൂറും ഉപയോഗിച്ച് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുന്നത് പോലല്ല, നല്ല സ്ട്രോങ് സ്റ്റിച്ചാണ്. അതൊക്കെ ലോങ് സ്റ്റിച്ചിട്ട് ഒരു പ്രാവശ്യമാണ്. നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കട്ട് പീസുകൾ ജോയിൻ ചെയ്യുന്ന കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. അതിനൊരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്. അതങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പം നിങ്ങൾക്ക് ഈ സ്കേർട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ താഴോട്ട് പോകും തോറും ഇതിന് വിടർച്ച കൂടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇട്ടുകൊണ്ട് നടക്കാനും നല്ല ഭംഗിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിത് കുറച്ച് ചുരിദാർ സ്റ്റിച്ച് ചെയ്തതിന് ബാലൻസ് വന്നിരിക്കുന്ന പീസുകളാണ്. അപ്പോൾ എല്ലാം പല സൈസിലുള്ള പീസുകളാണ് കേട്ടോ. അപ്പോൾ നമ്മളതെല്ലാം ഒരേ സൈസിലേക്ക് ആക്കിയെടുക്കണം. അപ്പോൾ അതാക്കിയെടുക്കാനായിട്ട് ഇതുപോലെ കുറച്ചധികം പീസുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരേ കളറ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അത് ഒക്കെ യൂസ് ചെയ്യാം. ഈ പല കളറ് മിക്സ് ചെയ്ത് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് പറയാം. അപ്പം ഞാനിതിൽ ഒരു പീസ്, എൻ്റെ കയ്യിലുള്ളതിൽ ഒരു പീസ് എടുത്തു. ഇത്രയും ഉള്ള ഒരു പീസാണ്. അപ്പോൾ അതൊന്ന് മടക്കി നോക്കി. അതായത് നമ്മുടെ കയ്യിലുള്ള പീസുകളിൽ ഏറ്റവും വീതി കുറവുള്ള ഏത് പീസാണോ ആ വീതിക്ക് വേണം നമ്മൾ എടുക്കാനായിട്ട്. എനിക്കിതിപ്പോൾ വട്ടം മടക്കിയിട്ട് തന്നെ ഒരു 7.5 ഇഞ്ച് കിട്ടുന്നുണ്ട്. ഒരു 10 ഇഞ്ചിൽ താഴെ 7.5 ഇഞ്ചിന് മുകളിലായിട്ട് കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത്. അതിലും കൂടുതലായിക്കഴിഞ്ഞാൽ ഭംഗി കുറയും. അപ്പോൾ ഞാൻ ആ ഒരു പീസ് വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ചുരിദാറിൻ്റെ സൈഡിൽ നിന്നുള്ള പീസാണ്. അപ്പോൾ അതാ വീതി കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. അപ്പോൾ അതിനകത്ത് കുറവുള്ള ഭാഗം നമുക്ക് ഈ 7.5 ഇഞ്ച് തന്നെ കിട്ടുമോ എന്ന് നോക്കണം. അപ്പം അങ്ങനെ കിട്ടില്ല എങ്കിൽ അവിടെ നിന്ന് കുറച്ച് മാത്രം ഒഴിവാക്കി ഈ 7.5 ഇഞ്ച് ആക്കിയെടുക്കാം കേട്ടോ. 7.5 എന്ന് പറയുന്നില്ല, 7.5 മുതൽ 10 വരെ. ഞാനിതിപ്പോൾ കട്ട് ചെയ്ത് ഇത്രയുമുള്ള കണ്ടോ 3-4 പീസുകളുണ്ട്. അപ്പോൾ ഈ പീസുകൾ ഇത്രയും നീളത്തിൽ വേണ്ട കേട്ടോ. കുറച്ചുകൂടി ഒന്ന് നീളം കുറയ്ക്കാം നമുക്ക്. കാരണം ചെറിയ പീസുകൾ ജോയിൻ ചെയ്താണ് നമ്മൾ ഈ സ്കേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പീസ് കട്ട് ചെയ്യുന്ന മെത്തേഡ് മനസ്സിലായല്ലോ. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഈ ഒരു അളവ്, അതായത് ഇതിൻ്റെ ആ ഒരു വീതി കണക്കാക്കിയിട്ട് നമുക്ക് ബാക്കി പീസുകളെല്ലാം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വെട്ടുകഷ്ണം ആവുകൊണ്ട് പലതിനും പല ഷേപ്പായിരിക്കും, പല രൂപത്തിലായിരിക്കും. ഈ വീതി കിട്ടുന്ന രീതിക്ക് കണ്ടോ ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് കളയുക. പിന്നെ അത്രയും വീതി കിട്ടില്ലാത്ത ഭാഗം ഉണ്ടെങ്കിൽ അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വീതി കിട്ടുന്നിടം മുതൽ നമ്മൾ അങ്ങ് ആക്കിയെടുക്കുക. അങ്ങനെ ഓരോ പീസുകളും ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ കയ്യിലുള്ള പീസുകളെല്ലാം തന്നെ ഇതുപോലെ ഒരുമിച്ച് ആക്കിയെടുത്തിട്ട് നമുക്ക് സ്കേർട്ട് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ കൂടുതൽ പീസുകളുണ്ടെങ്കിൽ നമുക്കത് 1-2 സ്കേർട്ട് ചെയ്യാം. അതല്ല ഇതുപോലെ സ്കേർട്ട് പാർട്ട് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫ്രോക്ക് പോലെ ചെയ്തെടുക്കാം. യോക്ക് പീസ് കൊടുത്ത് ഫ്രോക്ക് പോലെ ചെയ്തെടുക്കാം. അപ്പോൾ കയ്യിലുള്ള പീസുകളൊക്കെ അങ്ങ് കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇത്രയും പീസുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതിനകത്ത് ഈ ബ്ലൂ ഷെയ്ഡ് ഉള്ളത് മാത്രം മാക്സിമം എടുത്തിട്ട് സ്കേർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുവാണ്. ഇനി അത് തികയാതെ വന്നാൽ മാത്രം ബാക്കിയുള്ളത് എടുക്കാം എന്ന് കരുതി. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്താൽ തുടർന്ന് നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ പീസുകളും ഒന്ന് ചെറുതാക്കാനായിട്ട് നോക്കാം കേട്ടോ. ഇത്രയും നീളത്തിൽ ഒറ്റ പീസ് നമ്മൾ ആ സ്കേർട്ടിൽ ഒരു ഭാഗത്ത് അടുപ്പിച്ച് വന്നാൽ അതിന് ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഇതിപ്പോൾ എത്ര നീളം ഉണ്ടെന്ന് പറയാം. 22.5 ഇഞ്ചോളത്തോളം നീളമുള്ള അതായത് 45 ഇഞ്ചോളം നീളമുള്ള പീസാണ്. അപ്പോൾ അത് ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തു. 4 പീസായിട്ട് കട്ട് ചെയ്തു. അതുപോലെ ഓരോ പീസുകളും ഇതിപ്പോൾ 6 ടൈപ്പ് മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അതെല്ലാം ഏകദേശം ഈ നീളത്തിൽ നമ്മൾ കട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ തന്നെ 4 പീസ് കിട്ടിയിട്ടുണ്ട്, 6 പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് ഓരോ ഡിസൈനും മാറി നല്ല വശം രണ്ടും ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരറ്റം മുതൽ ഒരറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതൊന്ന്
പതിച്ച് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇത് ഒട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഒരു 3/4 മണിക്കൂർ കൊണ്ട് ഞാൻ ഈ സ്കേർട്ട് ചെയ്തെടുത്തു എന്നുള്ളതാണ്. ഇങ്ങനെ പീസുകൾ ഒത്തിരി യോജിച്ചിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ്, ഇത് എത്ര നേരം കൊണ്ടാണ് ഇത് തയ്ച്ചെടുക്കുന്നതെന്ന്. പക്ഷേ നമ്മളത് ചെയ്യാനായിട്ടിരുന്നാൽ വളരെ എളുപ്പം തീരും, എന്നാൽ നല്ല ഭംഗിയുള്ള ഒരു സ്കേർട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ ഉപയോഗിക്കാം. വീട്ടിൽ ഇടാനുള്ളതാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. പിന്നെ ഒട്ടും കോമ്പിനേറ്റ് ചെയ്യാത്ത കളർ പീസുകളൊക്കെ ആണെങ്കിലും മാത്രമേ വീട്ടിൽ ഉപയോഗിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇതുപോലെ യോജിപ്പിച്ചെടുക്കുക, എല്ലാം യോജിപ്പിച്ച് ഒരു മാല പോലെ ആക്കി എടുക്കുക കേട്ടോ. കണ്ടോ? അപ്പോൾ ഈ 6 പീസ് ഉണ്ടെങ്കിൽ 6 പീസും ഓരോന്ന് യോജിപ്പിച്ച് കഴിയുമ്പോൾ വീണ്ടും ആദ്യം യോജിപ്പിച്ച ഡിസൈൻ എടുത്ത് അങ്ങ് യോജിപ്പിച്ചേക്കുക. അപ്പോൾ അടുത്തടുത്ത് ഒരേ ഡിസൈൻ വരില്ല, ഇതുപോലെ വരും. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തെടുക്കണം. ഇത് കണ്ടോ, പതിച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കൊണ്ട് അത് നല്ല സ്ട്രോങ് ആയിരിക്കും, വിട്ടു പോകില്ല. നമ്മൾ ചെറിയ സ്റ്റിച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ സ്കേർട്ടിൻ്റെ ഏറ്റവും മുകളിലുള്ള യോക്ക് പോർഷനല്ല, ഏറ്റവും മുകളിലുള്ള ഭാഗം എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഹിപ്പും ബട്ടക്സിൻ്റെ ആ ഏറ്റവും വിടർച്ചയുള്ള ഭാഗത്തെ അളവാണ് എടുക്കേണ്ടത്. അതിനോടൊരു 8 ഇഞ്ചോ 10 ഇഞ്ചോ കൂട്ടുക കേട്ടോ. നമുക്കിപ്പോൾ 42 കിട്ടിയിരിക്കുന്നത്, അത് ഞാൻ 50 ഇഞ്ച് എടുക്കുകയാണ്. കാരണം എലാസ്റ്റിക് ഇട്ടോ അല്ലെങ്കിൽ മുകളിൽ നമ്മൾ ചെയ്തു വരുമ്പോൾ അതിൻ്റേതായ ചെറിയൊരു ലൂസ് ആവശ്യമുണ്ട്, ഒത്തിരി ലൂസ് ആവശ്യമില്ല. അപ്പം ഞാനിത് 50 ഇഞ്ച് നീളത്തിൽ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുവാണ്. ഇതാ എവിടെയാണോ നീളം വരുന്നത് ആ ഭാഗത്ത് വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുവാണ് നമുക്ക് മുകൾ ഭാഗത്തിന് വേണ്ടിയിട്ട്. അതിനുശേഷം ബാലൻസ് ഉള്ള പീസ് നമ്മൾ ചെറുതായിട്ട് ഫ്രില്ലിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ മുകൾ ഭാഗത്തുള്ള പീസ് നമ്മൾ മാറ്റി വെച്ചു, കണ്ടോ, ഇതുപോലെ മാറ്റി വെച്ചു. ഇനി നല്ല വശവും ചേർത്ത് വെച്ചിട്ട് തന്നെയാണ് ഫ്രില്ലിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ ഇത് ഒറ്റ ട്രിപ്പിന് തന്നെ ഫ്രില്ലിട്ട് പോകാം. ഈ അറ്റം വന്നിട്ട് നല്ല വശം എടുത്ത് വെച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പിൽ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താലും മതി. കാരണം ഇത് ലെയറായിട്ട് വരുന്നതുകൊണ്ട് താഴത്തോട്ട് വരുന്തോറും നല്ല വിടർച്ച, ഇരട്ടി വിടർച്ച വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതുപോലെ വേണമെങ്കിൽ സ്റ്റിച്ചിട്ട് കൊടുക്കാം. പക്ഷേ അത്ര നമ്മൾ എക്സ്പീരിയൻസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള മുകളിലോട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന പീസ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള പീസ് ഫുള്ളായിട്ട് ഇതുപോലെ അങ്ങ് ഫ്രില്ലിട്ട് കൊടുക്കുക. അതിനുശേഷം ലാസ്റ്റ് നമുക്ക് മുകളിലെ പീസുമായിട്ട് യോജിപ്പിക്കാം. ഇതിപ്പോൾ ഞാനത് ഫുള്ള് ഫ്രില്ലിട്ട് വന്നിരിക്കുകയാണ്. ഈ ഒരു മെത്തേഡായിരിക്കും സമയം ലാഭിക്കാനും നമുക്ക് പണി എളുപ്പവുമായിട്ട് തോന്നുന്നത് കേട്ടോ. പിന്നെ ലാസ്റ്റ് തികയാതെ വരികയാണെങ്കിൽ നമ്മൾ അതിന് പറ്റുന്ന ഏതെങ്കിലും പീസ് ഉണ്ടെങ്കിൽ യോജിപ്പിക്കാം. മിക്കവാറും ബാലൻസ് വരാനാണ് സാധ്യത. അപ്പോൾ നമുക്ക് വേറെ സ്കേർട്ടിലേക്കൊക്കെ എടുക്കാം. ആ ഒരു പോർഷൻ എടുത്ത് വെച്ചാൽ പിന്നീട് നമുക്ക് കട്ട് പീസ് വരികയോ പഴയ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് റീയൂസ് ചെയ്യാനും പറ്റും. ഇങ്ങനെ ഫ്രില്ലിട്ട് വെച്ചിരിക്കുന്നത് ഇതുപോലെ ഏറ്റവും മുകളിലുള്ള പീസിലേക്ക് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇത് താഴേക്കാക്കിയിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അതെവിടാണോ തീരുന്നത് അവിടെ വെച്ച് കട്ട് ചെയ്ത ശേഷം അടുത്ത ലെയർ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, അത് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പല പീസുകൾ ഇരുന്നതിൻ്റെ ആ ഒരു ഭംഗി അങ്ങ് മാറി വരികയാണ്. ഇനി നമ്മൾ മൂന്നാമത്തെ ലെയർ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. അതും ഇതുപോലെ തന്നെ നല്ല വശവും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് താഴത്തേക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ ഇതിപ്പോൾ 3, 4, 5 തട്ട് 5 ലെയറായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ താഴ്ഭാഗം നല്ല വിടർച്ചയിലിരിക്കും, കണ്ടോ. ഇനിയാണ് നമുക്ക് ഈ സ്കേർട്ടിൻ്റെ സൈഡ് ഭാഗം യോജിപ്പിക്കാനുള്ളത്. അപ്പോൾ താഴെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനാണ് ഏറ്റവും കൂടുതൽ ലെങ്തി ആയിരിക്കും, ആ താഴെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാനാണ് കൂടുതൽ സമയം വരികയുള്ളൂ. ഞാനിത് ചെയ്തെടുത്തിട്ട് കേട്ടോ. അപ്പോൾ ഈ സ്കേർട്ടിൻ്റെ വീണ്ടും നല്ല വശവും കൂട്ടി വെച്ചിട്ട്, കാരണം ഈ പീസുകളൊക്കെ ജോയിൻ ചെയ്തതിലൊരു നല്ല വശം ഉണ്ടല്ലോ, മുകളിൽ നിന്നും താഴേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതായത് ഈ സ്കേർട്ട് റൗണ്ട് ഷേപ്പിൽ നമ്മൾ ആക്കിയെടുക്കുവാണ് ജോയിൻ ചെയ്ത് വരുമ്പോൾ.
അപ്പോൾ ഇനി അതിനുശേഷം ഇതിൻ്റെ താഴ്ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. പിന്നെ ഈ ഇറക്കം എന്ന് പറയുന്നത് എനിക്കിത് 5 ലെയർ വന്നപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഇറക്കത്തിൽ കിട്ടി. അതില്ല എങ്കിൽ ഒരു ലെയർ കൂടി വെച്ച് കൊടുക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്ന ഇറക്കത്തിനേക്കാളും നമ്മൾ എടുത്തിരിക്കുന്ന 7.5 ഇഞ്ചാണല്ലോ, അപ്പോൾ അതിൻ്റെ പകുതി ഒരു 3-3.5 ഇഞ്ച് കൂടുതൽ വരാം, അല്ലെങ്കിൽ കുറവ് വരാം. ആ ഒരു ലെങ്ത്ത് വേണം നമ്മൾ എടുക്കാനായിട്ട്. പിന്നെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുക. അത് മുകളിൽ എലാസ്റ്റിക് ഇടാനുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിതിപ്പോൾ ഇതിന് ചരടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എലാസ്റ്റിക് ലൂസായി പോയാൽ വീണ്ടും അത് ചെയ്യാനുള്ള മടി കൊണ്ട് ഈ ചരടാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. തുടർന്നുള്ള വീഡിയോസ് കാണാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് അമർത്തി ഓൾ സെലക്ട് ചെയ്താൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും.